നമസ്കാരം. ഒരു വീടിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടി പഞ്ചായത്തിലാണ്. കിഴുമടത്തൽ ഹൗസ് റഹീംകയുടെ വീടാണിത്. ഈ വീട് മോഡേൺ സ്റ്റൈലിൽ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. ഈ വീടിൻ്റെ A to Z വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മോഡേൺ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ എലമെൻറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഷിംഗിൾസ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, ടഫൻഡ് ഗ്ലാസുകൾ എന്നിവ വീടിൻ്റെ എലിവേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള സിറ്റൗട്ട് ആണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്ന പില്ലറുകൾ ഒരു മോഡേൺ സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെരിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ പതിച്ചിരിക്കുകയാണ്. ഗ്രൂവ്സ് നൽകിക്കൊണ്ടാണ് ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകൾ നൽകിയിരിക്കുന്നത് ഈ ഒരു വാളിന് നമ്മുടെ രാത്രി സമയങ്ങളിൽ അതിൻ്റെ ആംബിയൻസ് വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്നുണ്ട്. ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. സിറ്റൗട്ടിലേക്ക് വരികയാണെങ്കിൽ മാർബിളുകൾ നൽകിയിരിക്കുന്നു. ഇറ്റാലിയൻ മാർബിളാണ് ഈ വീട്ടിൽ ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. വുഡൻ ഫ്ലോറിങ്ങും ചില ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ഫേർണിച്ചേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതേസമയം വളരെ ക്യൂട്ടായിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആണ് നമുക്ക് വീടിൻ്റെ പുറത്തും അകത്തും എല്ലാം കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ പാറ്റേൺ കുറെ കൂടെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ നൽകിയിരിക്കുന്നു. ഇയലിൻ്റെ ലോക്കുമാണ് നൽകിയിട്ടുള്ളത്. ഹാൻഡിൽസിനെ കുറിച്ചും ലോക്കുകളെ കുറിച്ചൊക്കെ നമ്മുടെ ചാനൽ വിശദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിൻഡോയുടെ ഡിസൈൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോയുടെ ഡിസൈനൊക്കെ ഒരു മോഡേൺ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഈ ലെങ്തി ആയിട്ടുള്ള സിറ്റൗട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റിക് ഫിനിഷ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ചെയറുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ കാർ പോർച്ചാണ് തൊട്ട് മുമ്പിൽ നമ്മൾ കാണുന്നത്. സിറ്റൗട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൽ സോഫ സീറ്റേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. സോഫ സീറ്റേഴ്സിന് ചുറ്റും നൽകിയിരിക്കുന്ന വിൻഡോസ് എല്ലാം പാനലിങ് ചെയ്തിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് വിൻഡോയ്ക്ക് നൽകിയിട്ടുള്ളത്. ആ റോമൻ ബ്ലൈൻഡ്സിൻ്റെ ക്ലോത്തിൽ തന്നെ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വാളിലായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. പ്ലൈവുഡ് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അതിൽ വെനീർ ഫിനിഷ് ചെയ്തിട്ടാണ് ഈ ഒരു പാനലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഫോർമൽ ലിവിങ് സ്പേസിന് പുറമെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൂടെ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. ഗസ്റ്റുകൾ ഫോർമൽ ലിവിങ് സ്പേസിൽ വരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒക്കെ അവരിൽ നിന്നും കാഴ്ചയില്ലാത്ത തരത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫാമിലി ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ് സ്പേസിൽ കുറെ കൂടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡിൽ, ഒരു ഗ്രേ കളറിൽ വരുന്ന ഷെയ്ഡിൽ മൈക്ക ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറേ കൂടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള യെല്ലോ ഫിനിഷ് വരുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ ഹാപ്പിനെസ് കടന്നു വരും എന്നുള്ളതാണ് കളർ സൈക്കോളജിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു യെല്ലോ കളർ ടോൺസ് വരുന്ന തരത്തിലാണ് ഈ ഒരു പാനലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ കൗണ്ടർ ടോപ്പ് ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. 8 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ടേബിളിന് ഹൈലൈറ്റ് ലഭിക്കുന്ന തരത്തിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ആംബിയൻസ് മൊത്തം ഒരു വുഡൻ ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ ആയാലും ഡോറുകളുടെ ഫിനിഷ് ആയാലും പാനലിംഗ് വർക്കുകളായാലും സീലിംഗ് ആയാലും ആ ഒരു വുഡൻ ടെക്സ്ചർ പരമാവധി വീടിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ഈ വീടിൻ്റെ നാച്ചുറൽ ലുക്കും അതിൻ്റെ ഒരു ലക്ഷറി ഫീലും സമ്മാനിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടുള്ള വാഷ് യൂണിറ്റ് നിങ്ങളെ കാണിക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് വാഷ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ്
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരെ എടുത്ത് കഴുകാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴുകാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അത് ഹൈഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള 2 ബേസിൻസ് നൽകുന്നതിലൂടെ സാധിക്കും. GI പൈപ്പിൽ ഗോൾഡൻ ഫിനിഷ് നൽകിയിട്ടാണ് ഇതിൻ്റെ കാലുകൾ നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെ ഗോൾഡൻ ഫിനിഷ് നൽകിക്കൊണ്ട് തന്നെ ഗ്ലാസ് മിററും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ പാഷ്യോ സ്പേസ്. നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിൻഡോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീട്ടിലെ വിൻഡോസ് എല്ലാം വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുറിയിലിരിക്കുന്ന ആൾക്ക് പരമാവധി ലൈറ്റും വെന്റിലേഷനും ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിൻഡോസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു മോഡേൺ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന തരത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് വിൻഡോസിൻ്റെ എല്ലാം ഡിസൈൻ വർക്കുകൾ വന്നിട്ടുള്ളത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫ്ലോറിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. വുഡൻ ഫ്ലോറിംഗ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. പ്രത്യേക തരത്തിൽ ഒരു ഡിസൈൻ സാധാരണ നമ്മൾ പ്ലൈവുഡ് പാനലിങ്ങിൽ കാണാത്ത തരത്തിലുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോട്ടാണ് ഫാമിലി ലിവിങ്ങിൽ നൽകിയിട്ടുള്ളത്. ഭിത്തിയിൽ വാൾപേപ്പർ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് പ്ലൈവുഡിൻ്റെ തന്നെ പാനലിംഗ് ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺസുകൾ ഡിസൈൻ ആയിട്ട് നൽകിയിരിക്കുന്നു. വാൾപേപ്പറിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലാണ് കർട്ടൻ്റെ ക്ലോത്തുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ കർട്ടൻ ആയിട്ടാണ്, അത് ട്രാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രാക്ക് കർട്ടൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കർട്ടൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല ലൈറ്റിംഗ് ആണ് റൂമിലേക്ക് വരുന്നത്. നാച്ചുറൽ ലൈറ്റ് മാക്സിമം ഈ റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഡിസൈനർ ഫാൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓറിയന്റ് കമ്പനിയുടെ ഡിസൈനർ ഫാൻ ഗണത്തിൽ വരുന്ന ഒരു ടൈപ്പ് ഫാന് നൽകിയിരിക്കുന്നു. സീലിംഗ് വുഡൻ പ്ലസ് ജിപ്സം സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ ചെറിയ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു മോണിറ്റർ അല്ലെങ്കിൽ ഒരു TV ഡിസ്പ്ലേ വരുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ഡോറുകൾ വരുന്ന തരത്തിലാണ് വാൾഡ്രോബുകളുടെ ഡിസൈനുകൾ വരുന്നത്. ഈ വാൾഡ്രോബുകൾ ഇതേപോലെ റെഡിമെയ്ഡ് വാൾഡ്രോബായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എല്ലാ മുറികളിലും നൽകിയിരിക്കുന്നത് സെൻട്രലൈസ്ഡ് AC ആണ്. VRF സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് AC ആണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വാൾഹങ് ആയിട്ടുള്ള EWC ആണ് നൽകിയിട്ടുള്ളത്. വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു, EWC നൽകിയിരിക്കുന്നു. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്നുള്ളത് സെപ്പറേറ്റും ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന തരത്തിലാണ് ഈ വീടിൻ്റെ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ രീതിയിലാണ് 2ാമത്തെ ബെഡ്റൂം ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമുകൾക്കൊക്കെ ഒരു പാറ്റേൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാളിന്, അതായത് ബെഡ് ഇടുന്ന ഭാഗത്ത് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾപേപ്പർ നൽകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വിൻഡോകൾക്ക് പാനലിംഗ് നൽകുന്നു. ആ പാനലിംഗ് കണക്ട് ചെയ്യുന്ന തരത്തിൽ നന്നായിട്ട് LED സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലൈവുഡ് പാനലിംഗ് ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണോ നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുക ആ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇതാണ് ഈ ഒരു വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഫിലോസഫി. ഇതിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ സെയിം വുഡൻ ഫ്ലോറിംഗ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. വീടിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ വുഡൻ ഷെയ്ഡ് കിട്ടുന്ന തരത്തിൽ ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഓറിയന്റിന്റെ ഡിസൈനർ ഫാന് തന്നെ ഈ റൂമിലും നൽകിയിട്ടുണ്ട്. 4 ഡോറുകൾ വരുന്ന വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. റെഡിമെയ്ഡ് വാൾഡ്രോബാണ്. സ്ലൈഡിംഗ് ആയിട്ട് വരുന്ന ഡോറുകളാണ് ഈ ഒരു വാൾഡ്രോബിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് കിട്ടാത്ത മുറികളിലെല്ലാം ഇത്തരത്തിലുള്ള വാൾഡ്രോബുകൾ, സ്ലൈഡിംഗ് ആയിട്ട് വരുന്ന വാൾഡ്രോബുകൾ വളരെ സ്യൂട്ടായിരിക്കും. ഈ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് റൂമിലേക്ക് വരുന്ന പാസേജിനോട് ചേർന്നിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഈ ബെഡ്റൂമിലെ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഡിവൈഡ് ചെയ്തിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി വീടിൻ്റെ അപ്സ്റ്റെയറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പുകളുടെ ത്രെഡുകളൊക്കെ ടീക്ക് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസിന്റെ ടോപ്പിൽ വരുന്ന ഈ കൈപിടിക്കുന്ന പോർഷനും ടീക്ക് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷിംഗ് അറേഞ്ച്മെന്റ് ആണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രൈവസിയോടുകൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലാണ് അപ്പർ ലിവിങ്ങിന്റെ അറേഞ്ച്മെന്റ് എല്ലാം നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൽ വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന ടീപ്പോയി ആണ്. ഇത്തരത്തിലുള്ള ടീപ്പോയികൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും. പക്ഷെ ഒന്നുകിൽ നമുക്ക് നല്ലൊരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇന്റീരിയർ പ്രൊഡക്റ്റുകൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് അന്വേഷിച്ച് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ തപ്പിയെടുക്കാനും സാധിക്കും. അപ്സ്റ്റെയറിൽ, അതായത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ബെഡ്റൂമാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന് നേരെ മുകൾ ഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് ഇത്. ഇവിടെ നൽകിയിരിക്കുന്ന കോട്ടിൻ്റെ ഡിസൈൻസ് വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ഡിസൈൻസ് ആണ്. സാധാരണ നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കോട്ട് നൽകുന്നതെങ്കിൽ ഇതൊരു സർക്കുലർ ഷേപ്പിൽ വരുന്ന തരത്തിലാണ് കോട്ട് നൽകിയിട്ടുള്ളത്. കോട്ടിനോട് ചേർന്ന് നിൽക്കുന്ന തലത്തിൽ തന്നെ പാനലിംഗ് നൽകിയിട്ട് ഈ ഒരു വിൻഡോ മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു വാൾ പിക്ചർ നൽകിയിട്ട് അതിന് ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വുഡൻ പാനലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് സീലിംഗിലേക്ക് വരുന്ന തരത്തിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സീലിംഗ് നൽകിയിട്ടുള്ളത്. വ്യത്യസ്തമായ തരത്തിലാണ് ഇതിന്റെ ഒരു കോവ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത്. എല്ലാ റൂമുകളിലും വിൻഡോസ് പ്ലൈവുഡ് പാനലിംഗ് ചെയ്തിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് നൽകിയിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. ഈ ബെഡ്റൂമിൻ്റെ കോർണർ സൈഡിലായിട്ട് ഒരു ഡിസൈനർ ചെയർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് അടുപ്പിച്ചൊരു ടീപോയ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ മിറർ യൂണിറ്റ് ആണ്, അതായത് ഡ്രസ്സിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ യൂണിറ്റ് ആണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഒരു സ്റ്റാൻഡ് നൽകിയിരിക്കുന്നു, ഒരു മിറർ നൽകിയിരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ റൂമിൻ്റെ വാൾഡ്രോബ്. 2 സ്ലൈഡിംഗ് ഡോറുകൾ വരുന്ന തരത്തിലാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഭാഗത്താണ്. എല്ലാ ടോയ്ലറ്റുകളും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലുള്ള 2ാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു കോട്ട്, അതായത് നമുക്ക് ഈ തരത്തിൽ ഹെഡ് റെസ്റ്റുകളൊക്കെ ഫുള്ളായിട്ട് ലെതർ കവേർഡ് ആയിട്ട് വരുന്ന തരത്തിലുള്ള ഒരു കോട്ട് നൽകിയിരിക്കുന്നു. ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ബ്ലാങ്കറ്റും പില്ലോസും ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ട്രാക്ക് കർട്ടൻസ് ആണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത്. അത് ഫുൾ ലെങ്ത്തിൽ, അതായത് സീലിംഗിൽ നിന്നും ഫ്ലോർ വരെ ടച്ച് ചെയ്യുന്ന തരത്തിലാണ് കർട്ടൻസ് നൽകിയിട്ടുള്ളത്. ഫ്ലോറിംഗിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് പോലെ വുഡൻ ഫ്ലോറിംഗ് ആണ് ഫ്ലോറിംഗിൽ നൽകിയിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ ഡിസൈൻ 2 ഡോറുകൾ വരുന്ന സ്ലൈഡിംഗ് വാൾഡ്രോബാണ് നൽകിയിട്ടുള്ളത്. ഓരോ വാൾഡ്രോബിനും ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ടോട്ടൽ ഫിനിഷ് നോക്കുന്ന സമയത്ത് അതിനൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള വലിയ ക്യാൻവാസുകളാണ്. ഫോട്ടോ ഫ്രെയിമുകൾ പോലെ മൾട്ടിവുഡ് പീസസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻസ് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തും ഇതേ രീതിയിൽ ഈ ഒരു ബെഡ്റൂമിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നൽകിയിരിക്കുന്ന വാൾ ലൈറ്റുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിങ്ങിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നു, ഈ ഭാഗത്തായിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നു. ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഓപ്പണിംഗ് ആണ് ആ ഭാഗത്ത് വരുന്നത്. ലിവിങ്ങിലേക്ക് കാണുന്ന ഡബിൾ ഹൈറ്റ്, അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ലിവിങ്ങിൽ ആരിയ്ക്കുന്നു എന്നുള്ള കാഴ്ച കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ കോട്ടിൽ നൽകിയിരിക്കുന്ന ഡിസൈൻസ് ആയാലും അല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന സീറ്റിങ്ങിൽ വരുന്ന കളർ പാറ്റേൺസ് ആണെങ്കിലും എല്ലാം ആ ഒരു കളർഫുൾ ആയ രീതിയിൽ നൽകിയിരിക്കുന്നു. എടുത്തു പറയേണ്ടത് ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് ഡിസൈൻ ആണ്. വുഡൻ പ്ലസ് ജിപ്സം പാറ്റേണിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗ് ഡിസൈൻ വരുന്നത്. എന്നാൽ അത് നടുക്ക് വരുന്ന ആ ഒരു വുഡൻ പോർഷൻസ് അല്പം ഗേബിൾ ഷേപ്പിൽ സ്ലോപ്പ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്റ്റഡി ടേബിൾ ആണ് ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ വെൽ ഫേർണിഷ്ഡ് ആയിട്ടുള്ള തരത്തിലാണ് ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിളിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമിലെ വാൾഡ്രോബും സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഈ വീടിൻ്റെ ബാൽക്കണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രദേശം, ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് വയൽ പ്രദേശങ്ങളുള്ള അല്ലെങ്കിൽ പാടത്തിൻ്റെ കാഴ്ചകൾ നന്നായിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. നല്ല ഒരു ആംബിയൻസ് നമുക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട്. ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ബാൽക്കണിയിലുള്ള ഈ ഒരു ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ വരുന്ന ഷോവാളുകൾ ബാൽക്കണിയിൽ വന്നിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സെയിം ക്ലാഡിംഗ് പാറ്റേൺ ആണ് ബാൽക്കണിയിലും നൽകിയിട്ടുള്ളത്. ഇനി ഈ വീടിന്റെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ക്വാഡ്സ് ഉപയോഗിച്ചിട്ടാണ്. ഒരു പ്രീമിയം വൈറ്റ് ഫീൽ തരാൻ ക്വാഡ് സ്ലാബുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പർ ക്യാബിനറ്റിന് ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു സയാൻ കളറാണ് നൽകിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിന്റെ ഏറ്റവും തുടക്കത്തിൽ ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ട് ഇവിടെ ഓവൻ നൽകിയിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ്. ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് ഇടത് ഭാഗത്തായിട്ടാണ്. പാത്രങ്ങൾ കഴുകാനുള്ള സിങ്ക് നൽകിയിരിക്കുന്നത് വിൻഡോയോട് ചേർന്നിട്ടാണ്. ലെങ്തി ആയിട്ടുള്ള ഒരു വിൻഡോയാണ് സിങ്കിന്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിനും കൗണ്ടർ ടോപ്പ് സ്ലാബിനും ഇടയിൽ വരുന്ന 2 അടി സ്പേസിലാണ് കുഞ്ഞു വിൻഡോ ലെങ്തി ആയിട്ട് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായിട്ട് ഈ ഭിത്തിയിൽ 3 നിഷുകൾ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട്. ഫോർമൽ കിച്ചണിൽ നിന്നും നമ്മൾ അകത്തേക്ക് കടക്കുകയാണെങ്കിൽ ഈ വീടിന്റെ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. മൾട്ടിവുഡിൽ ഓട്ടോമോട്ടീവ് പെയിന്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാനൈറ്റ് സ്ലാബാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ഡബിൾ ബൗൾ സിങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഒരു വിറകടുപ്പ് നൽകിയിട്ടുണ്ട്. ആ വിറകടുപ്പ് പുകയില്ലാത്ത അടുപ്പുകൾ നൽകാൻ പറ്റുന്ന രീതിയിൽ സെപ്പറേറ്റ് കവർ ചെയ്തിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് വരുന്ന സ്ലാബിൽ ഗ്യാസ് അടുപ്പിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ അറ്റത്തേക്ക് ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഒരുവിധം സ്റ്റോറേജ് നമുക്ക് ഇത്തരം ടോൾ യൂണിറ്റിനകത്ത് ലഭിക്കുന്നതാണ്. പ്രത്യേകം ഒരു സൈഡിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വാഷിംഗ് മെഷീൻസ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് കൂടെ ഈ വീട്ടിൽ നൽകി. കിഴിമഠത്തിൽ അബ്ദുൽ റഹീം ഖയുടെ വീടാണ് നമ്മൾ ഇത്ര നേരവും കണ്ടത്. ഈ ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് ശരിക്കും ഇത് ആരുടെ ഐഡിയ ആണ്? നിങ്ങൾ ആർക്കിടെക്റ്റിനോട് അങ്ങോട്ട് പറയുമായിരുന്നോ, അല്ലെങ്കിൽ റിക്വയർമെന്റ് കൊടുത്തതിന് ശേഷം ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്തതാണോ ഈ ഒരു ഡിസൈൻ? ആർക്കിടെക്ട് പിന്നെ നമ്മളും കുറച്ച് സജഷൻ കൊടുത്തിട്ടുണ്ട്. അവരെ അഭിപ്രായങ്ങൾ കൂടി രണ്ടും കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഈ നല്ലൊരു ആംബിയൻസ് വരാൻ കാരണം. ഇവരെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇവരെ പ്ലസ് പോയിന്റ് കാണുന്നതും അത് തന്നെയാണ്. ക്ലയന്റ് പറയുന്ന ഒരു കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയറും ഒക്കെ ഇവർ തന്നെയാണോ ചെയ്തിട്ടുള്ളത്? ഇതിന്റെ പിന്നെ സിവിൽ ഡിസൈനിങ് ചെയ്തത് ക്വാളിറ്റി എന്ന് പറഞ്ഞ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അതിനുശേഷം അവരെ പിന്നെ കോൺട്രാക്ട് വർക്ക് ചെയ്ത് അലി ആണ്. അതിനുശേഷമാണ് അലി മുഖാന്തരമാണ് ഇവരെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവരെ എല്ലാ കാര്യങ്ങളും ഡിസൈനിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സിവിലിൽ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവർ മുഖാന്തരം വരുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്റീരിയർ കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചത്. മൊത്തത്തിൽ ഈ ഒരു മൊത്തം റിസൾട്ട്, അതായത് ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇയാമയുടെ വർക്കുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഒരു ക്ലയന്റ് എന്നുള്ള വർക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം ഒന്ന് പറയൂ. അതാണ് അതെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, പിന്നെ ഇവര് നമ്മളൊരു സജഷൻ പറഞ്ഞാലും അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവര് എല്ലാ വർക്കുമാണ്. പിന്നെ ഞാനിവിടെ കൂടുതൽ സമയത്തില്ല, സൗദിയിലായിരുന്നു. ഇപ്പം അവരെ ക്ലയന്റ് പിന്നെ സ്റ്റാഫ് സൂപ്പർവൈസറും പല ആൾക്കാരും ഇവിടെ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് നോക്കിക്കൊണ്ട് തന്നെയാണ് വർക്കുകളൊക്കെ സൂപ്പർവൈസിങ് രീതികളൊക്കെ കംഫർട്ടാണ്. എല്ലാം നമ്മൾ കോർഡിനേഷൻ ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ കറക്റ്റ് നടന്നിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയത്തേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വർക്കും തീർന്ന് ഏകദേശം കഴിഞ്ഞ സമയത്തിനാണ് നമ്മളിവിടെ വന്നത്.